ബി.ജെ.പി കൗൺസിലർ തിരുമല അനിലിന്റെ ആത്മഹത്യയിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. അനിൽ പ്രസിഡന്റായിരുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ ഭാരവാഹികളെ ഉടൻ ചോദ്യം ചെയ്യും. നിക്ഷേപക വത്സലയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അതേസമയം അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ബി.ജെ.പി നേതാക്കൾ ഒഴിഞ്ഞു മാറുന്ന ഒരു സ്ഥിതിയാണുള്ളത്. കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖരനോടൊക്കെ ഇത് സംബന്ധിച്ച പ്രതികരണങ്ങൾ നമ്മൾ ചോദിച്ചിരുന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. പക്ഷേ നോ കമൻസ് എന്ന രീതിയിൽ ഒന്നും മിണ്ടാതെ പോകുന്ന രാജീവ് ചന്ദ്രശേഖരനെയും നമ്മൾ കണ്ടു. സാരംഗ് ഒരിക്കൽ കൂടി ചേരുന്നു. സാരംഗ്, നമ്മൾ കണ്ടതാണ് കൃത്യമായി വയനാട്ടിൽ എന്ത് സംഭവിച്ചു, ആ ആത്മഹത്യയെക്കുറിച്ച്, NM വിജയൻ്റെ ആത്മഹത്യയെക്കുറിച്ച്. അതിനുശേഷം ഇന്നലെ ഏറ്റവും ഒടുവിൽ വന്ന അപ്ഡേഷൻ അപ്പച്ചൻ്റെ വയനാട് DCC പ്രസിഡന്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടുള്ള രാജിയെക്കുറിച്ച് നമ്മൾ അല്പസമയം മുമ്പ് ജോഷിലോട് സംസാരിക്കുകയായിരുന്നു. സമാനമായ സംഭവം തന്നെയാണ് ഇവിടെ തിരുമല അനിലിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. വിശ്വസിച്ചിരുന്ന ഒരു പാർട്ടി, സാധാരണഗതിയിൽ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ചെല്ലുക പാർട്ടിയുടെ അടുത്തേക്കാണ്. പാർട്ടിക്കാരോട് പറയും, എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട് കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണമെന്ന സാധാരണഗതിയിൽ എല്ലാ മനുഷ്യന്മാരും പാർട്ടി അനുഭാവികളായ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ, ഏത് പാർട്ടിയുടെ അനുഭാവി ആയിക്കൊള്ളട്ടെ, അവർ പാർട്ടി പ്രവർത്തകരോട് പറയാറുള്ളതാണ്. അത്തരത്തിൽ തൻ്റെ ആവശ്യവും പറഞ്ഞ തിരുമല അനിൽ ബി.ജെ.പി സംസ്ഥാന നേതാക്കളെ അടക്കം സമീപിച്ചിരുന്നു. അദ്ദേഹം പ്രസിഡൻ്റായിരുന്ന സഹകരണ സംഘം, ഫാം ടൂർ സഹകരണ സംഘത്തിൻ്റെ അവിടെ നിന്ന് വായ്പ എടുത്തതിൽ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ വരെയുണ്ട്. അതിൻ്റെ ഇന്നലത്തെ വെളിപ്പെടുത്തലുകളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ബി.ജെ.പി പെടുത്തിയതാണ്, ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് അനിലിനെ കൊണ്ടുചെന്ന് എത്തിച്ചതാണ്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ അത് സർക്കാരിൻ്റെ കെടുകാര്യസ്ഥതയോ പോലീസ് തള്ളിവിട്ട ഒരു ആത്മഹത്യയോ അല്ല. സാരംഗ്, കേൾക്കാമോ? തീർച്ചയായും കേൾക്കാം. ഞാൻ പറഞ്ഞു വന്നത്, വയനാട്ടിലെ NM വിജയൻ്റെ ആത്മഹത്യ പോലെ തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് സംഭവിച്ചിരിക്കുന്നതും തിരുമല അനിലിന് സംഭവിച്ചിരിക്കുന്നതും. ബി.ജെ.പി നേതാക്കൾ അത് ഓൺ ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ, ഞങ്ങളുടെ ഒരു പ്രവർത്തകനാണ്, അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമ്പോൾ പ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലും ഒരു പ്രതികരണം നടത്താൻ ബി.ജെ.പി നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സംസ്ഥാന നേതാക്കൾ വരെ ആ അനില പ്രസിഡൻ്റായിരുന്ന സഹകരണ സംഘത്തിൽ നിന്ന് വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാതെ അനിലിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. തീർച്ചയായും വിനീഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബി.ജെ.പി കൗൺസിലറായിരുന്ന തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് നിലവിൽ യാതൊരു തരത്തിലുമുള്ള പ്രതികരണത്തിന് ബി.ജെ.പിയുടെ നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായും ഒരു കാര്യം. അതായത് ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് കൈരളി ചാനൽ മാത്രമാണ്. അതായത് മറ്റു മാധ്യമങ്ങളൊക്കെ നിശബ്ദമായി നിൽക്കുമ്പോൾ കൈരളിയുടെ മാധ്യമപ്രവർത്തകർ മാത്രമാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്നാൽ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് രൂക്ഷമായി പെരുമാറിക്കൊണ്ട് ചോദ്യങ്ങളെ ഭയന്നുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന നടപടിയിലേക്കാണ്, അല്ലെങ്കിൽ രീതിയാണ് ബി.ജെ.പി സംസ്ഥാന നേതാക്കൾ എല്ലാവരും തന്നെ പുലർത്തിപ്പോകുന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, അനിലിൻ്റെ ആത്മഹത്യാ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസിൻ്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. തിരുമല അനിൽ പ്രസിഡൻ്റായിരുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘത്തിലെ ഭാരവാഹികളെ ഉടൻ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടന്നു. പ്രധാനമായും ഈ വായ്പ, അതായത് നിക്ഷേപകയായിട്ടുള്ള വത്സല എന്ന സ്ത്രീയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി. സഹകരണ സംഘത്തിലെ സെക്രട്ടറിയും അതുപോലെ തന്നെ സേവാഭാരതി പ്രവർത്തകയുമായിട്ടുള്ള നീലിമ ആർ കുറുപ്പ്, അതുപോലെ തന്നെ ഈ മറ്റൊരു ഭരണസമിതി അംഗമായിട്ടുള്ള ഒരു വ്യക്തിയെയും കൂടി ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. പ്രധാനമായും ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ, അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ചുമതല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ സഹകരണ വകുപ്പ് ഈ സംഘത്തിലെ രേഖകളും വിവരങ്ങളും ഇത്തരത്തിൽ ഹാജരാക്കാൻ സഹകരണ വകുപ്പിനോട് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകളൊക്കെ തന്നെ ഉടൻ ഹാജരാക്കും. അതുപോലെ തന്നെ സഹകരണ വകുപ്പിൻ്റെ ഒരു അന്വേഷണം കൂടി നടക്കുന്നുണ്ട്. ഓഡിറ്റ് റിപ്പോർട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഈ ഓഡിറ്റ് റിപ്പോർട്ടിന് പുറമെ സഹകരണ വകുപ്പിൻ്റെ അവസാനഘട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അവസാനഘട്ട റിപ്പോർട്ടിൻ്റെ വിവരങ്ങൾ കൂടി, അതായത് ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷം ശക്തമായ നടപടികളിലേക്ക് കടക്കും. അതുപോലെ
അതുപോലെ മറ്റൊരു കാര്യം അനിലിൻ്റെ അടുത്ത ബന്ധുക്കൾ അനിലിൻ്റെ മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം ഈ സംസ്കാര ചടങ്ങുകളും അത് കഴിഞ്ഞതിന് ശേഷമുള്ള മറ്റ് സഞ്ചയനം ഉൾപ്പെടെയുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കിയതിന് ശേഷം അനിലിൻ്റെ അടുത്ത ബന്ധുക്കളെ ചോദ്യം ചെയ്യാനും മൊഴി രേഖപ്പെടുത്താനും അനിലിൻ്റെ അടുത്ത ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അനിലിൻ്റെ വീട്ടിൽ ഇവിടെ മറ്റൊരു കാര്യം സൂചിപ്പിക്കേണ്ടത് അനിലിൻ്റെ വീട്ടിൽ ഇത്തരത്തിൽ BJP പ്രവർത്തകർ തമ്പടിച്ചുകൊണ്ട് മാധ്യമങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലെയോ ഇത്തരത്തിൽ അനിലിൻ്റെ ഭാര്യയോ മകളെയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കാതെ, അതായത് യാതൊരു വിവരങ്ങളും പുറത്തുവിടാതെ അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന രീതികളും സദാസമയവും BJPക്കാർ അവിടെ എത്തുന്നു, കാര്യവിവരങ്ങൾ നിരീക്ഷിക്കുന്നു, ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വന്ന് വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നു. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഈ BJP എത്തി. അതുപോലെ തന്നെ അനിൽ മരണപ്പെടുന്നതിന് മുൻപ് ഏതാണ്ട് 70 പേരുടെ പേരുകൾ രേഖപ്പെടുത്തി വച്ചിരുന്നു. അതായത് ഈ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത 70 പേരുടെ പട്ടിക തയ്യാറാക്കി വെച്ചിരുന്നു എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തിനേലും അന്വേഷണം ഊർജിതമാക്കിയതോടെ ഈ BJP സംസ്ഥാന നേതൃത്വം രഹസ്യമായ ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ്. ഈ സംഘത്തിൽ നിന്ന് വായ്പ എടുത്തിട്ടുള്ള BJP കൗൺസിലർമാരും അതുപോലെ തന്നെ BJP നേതാക്കളോടും ഉടൻ വായ്പാ തുക പലിശ സഹിതം തിരിച്ച് അടയ്ക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അത്തരത്തിലുള്ളൊരു നടപടിയും BJP കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഈ ഭാരവാഹികളെ രണ്ടുപേരും നീലിമ ആർ കുറുപ്പിനെയും മറ്റൊരു ഭാരവാഹിയെയും, അതായത് ഭരണസമിതിയിലുള്ള ഒരു അംഗത്തെയും ഉൾപ്പെടെയുള്ള നേതാക്കളെ ഭാരവാഹികളെ ഉടനെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ടോൺമെൻറ്റ് അസിസ്റ്റന്റ് കമ്മീഷണർ സ്റ്റുവർട്ട് കീലറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. വിനീഷ.